ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഇംഗ്ലീഷ് സിനിമയിലേക്കാണ്. സിനിമയുടെ പേര് ഇഫ് എന്നാണ്. നമ്മളെല്ലാം കുട്ടികളായിരിക്കുമ്പോൾ നമുക്കെല്ലാം ഇമാജിനറി ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ പാവകൾക്കൊക്കെ നമുക്ക് ജീവൻ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു ടെഡി ബിയറോ ഒക്കെ ആയിരിക്കും. നമ്മൾ അവരെ കൂട്ടി നടക്കാൻ പോകും, അവർക്ക് ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് അത്തരം ഇമാജിനറി ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരം ഇമാജിനറി ഫ്രണ്ട്സിനെ പറ്റിയാണ് ഈ സിനിമ. ഈ സിനിമയുടെ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിലോട്ട് പോകുകയാണെന്നില്ല, ബി എന്ന് പേരുള്ള ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി ന്യൂയോർക്ക് നഗരത്തിലേക്ക് എത്തുവാണ്. പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ ഒരു സർജറിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ന്യൂയോർക്ക് നഗരത്തിൽ എത്തുന്നത്. അപ്പോൾ ബിയുടെ അമ്മ മരിച്ചുപോയി, ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പോൾ ഈ ന്യൂയോർക്ക് നഗരത്തിൽ എത്തുമ്പോൾ ബി താമസിക്കുന്നത് ബിയുടെ അമ്മൂമ്മയുടെ കൂടെയാണ്. അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഒരു മുറിയിൽ ബി കുറേ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുവാണ്. അപ്പോൾ ഈ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെഡി ബിയറുണ്ട്, അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇവരുടെ ആൾക്കാർ, ഓണേഴ്സ് കുഞ്ഞായിരിക്കുമ്പോൾ അവരെല്ലാം ഭയങ്കര ചങ്ങാത്തത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ ആൾക്കാരെല്ലാം വലുതായിപ്പോയി, കുട്ടികളെല്ലാം വലുതായിപ്പോയി. അപ്പോൾ ഇപ്പോൾ അവർ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഈ കൂട്ടുകാരെ അവർക്ക് വീണ്ടും കാണാൻ സാധിക്കും. അങ്ങനെ ബിയും പിന്നെ റയൻ റെനോൾഡ്സിൻ്റെ ക്യാരക്ടറും കൂടെ ഈ കൂട്ടുകാർ, ഈ പാവക്കുട്ടികൾ അവരുടെ ശരിക്കുള്ള ആ ഓണേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നതാണ് സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര രസമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള, വളരെ നമുക്കൊരു വാം ഹഗ് തന്നു കഴിഞ്ഞാൽ, നമുക്ക് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മൾ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത്ര ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്നത്. ജോൺ ക്രസൻസ്കിയാണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഹോളിവുഡിലൊരു വലിയ ആക്ടറും കൂടെയാണ്. ഇപ്പോൾ ജാക്ക് റയൻ എന്ന വെബ് സീരീസ് ഉണ്ട്, ക്വയറ്റ് പ്ലേസിലെ റൈറ്ററാണ്. അങ്ങനെ ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ജോൺ ക്രസൻസ്കി. അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിൽ ലീഡ് ക്യാരക്ടേഴ്സ് വരുന്ന റയൻ റെനോൾഡ്സും പിന്നെ ബി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. വളരെ ഒരു അനിമേറ്റഡ് ക്യാരക്ടേഴ്സായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഗംഭീരമായിട്ടൊരു സിനിമയാണ്. നമുക്ക് നല്ല തണുത്തു പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. നല്ല അനുഭവമാണത്. നമ്മൾ പലപ്പോഴും ഈ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോവുകയും നമ്മൾ മിസ് ചെയ്തു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ലൈഫിൽ വളർന്നു പോകുമ്പോൾ നമ്മൾ മിസ് ചെയ്തു പോകുന്ന പല ഫൺ സാധനങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. വലിയ ക്ലാസിക് സിനിമയൊന്നുമല്ല, പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു കുളിർമ തോന്നുന്ന, ഒരു സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ് ഇഫ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ഫ്രണ്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇഫ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടൊരു സിനിമയാണ്. നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ട്, ഈവൻ അഡൾട്ട്സ് ആയാൽ പോലും നമുക്ക് തിയേറ്ററിൽ പോയി ആസ്വദിച്ച് നമുക്ക് ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി കണ്ട ഒരു ഫീലിംഗ് തരുന്ന ഒരു സിനിമയാണ് ഇഫ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.